هذا لهو البلاء المبين وفديناه بذبح عظيم صدق الله العلي العظيم اللهم عليك توكلت وإليك أنيب وحسبنا الله ونعم المولى ونعم الوكيل أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل بدعة ضلالة وكل ضلالة في النار إن أريد إلا الإصلاح ما استطعت وما توفيقي إلا بالله. ആദരണീയരായ സഹോദരന്മാരെ സഹോദരിമാരെ, ബലിപെരുന്നാളിൻ്റെ സന്തോഷത്തിൻ്റെ തക്ബീറിൻ്റെ ഹൃദ്യമായ ആശംസകളും സന്തോഷങ്ങളും ആദ്യമായി നേർന്നുകൊള്ളുന്നു. അല്ലാഹു അക്ബർ. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ നമസ്കാരവും പുണ്യകർമ്മങ്ങളും ഉളിഹ്യത്തും സ്വീകരിച്ച് അനുഗ്രഹിക്കുമാറാവട്ടെ. സഹോദരങ്ങളെ, അതീവ പ്രാധാന്യമുള്ള ധന്യമായ നിമിഷങ്ങളിലാണ് അള്ളാഹുവിൻ്റെ അനുഗ്രഹത്താൽ ഇപ്പോൾ നമ്മളുള്ളത്. നമ്മുടെ സഹോദരങ്ങൾ അങ്ങ് മക്കയിൽ, മിനായിലും അറഫയിലും മുസ്ദലിഫയിലുമായി കർമ്മങ്ങൾ പൂർത്തീകരിച്ചു കൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസം നടന്ന അറഫ സമ്മേളനവും അറഫ ഖുതുബയും നമസ്കാരവും മുസ്ലിം ലോകത്തിൻ്റെ പുതു സന്ദേശവും സൗഭാഗ്യവും നൽകുകയാണ്. അള്ളാഹു സ്വീകരിക്കുമാറാവട്ടെ. നാട്ടിലോട് നമ്മെ സംബന്ധിച്ചിടത്തോളം ഇനി നിർവഹിക്കുവാനുള്ളത് പെരുന്നാൾ നമസ്കാരത്തിൻ്റെ ശേഷം ഉളിഹ്യത്ത് കർമ്മമാണ്. ബലിപെരുന്നാളിന് വളരെ പ്രധാനപ്പെട്ട ചടങ്ങാണ് ഉളിഹ്യത്ത്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകിയ അനുഗ്രഹത്തിൽ നിന്ന് അള്ളാഹുവിൻ്റെ കൽപ്പന പ്രകാരം നാം ഇഷ്ടപ്പെട്ടതിനെ ത്യജിക്കുന്ന, അള്ളാഹുവിന് സമർപ്പിക്കുന്ന ഒരു ഇബാദത്താണ്, പുണ്യകർമ്മമാണ് ബലി നൽകുക എന്നത്. ഇൻഷാ അല്ലാഹ് അൽഹംദുലില്ലാഹ് നമ്മുടെ മഹല്ലിൽ നിന്ന് ധാരാളം സഹോദരങ്ങൾ അതിൽ പങ്കെടുക്കുന്നുണ്ട്. അള്ളാഹു സ്വീകരിച്ച് അനുഗ്രഹിക്കുമാറാവട്ടെ. ഈ ധന്യ നിമിഷങ്ങൾ കഴിഞ്ഞു പോകുമ്പോൾ നാം ഏറ്റവും ഊന്നൽ നൽകുന്ന ഒരു കാര്യം സന്തോഷവും സൗഹൃദവും പങ്കുവെക്കുക എന്നതാണ്. നമ്മുടെ രാജ്യം ഏറെക്കുറെ ഒരു പരീക്ഷണത്തിന് വിധേയമായി, ഭാഗികമായെങ്കിലും അള്ളാഹുവിൻ്റെ ആശ്വാസവും വിജയവും തിരിച്ചു കിട്ടിയ ഒരു സന്ദർഭത്തിൽ കൂടിയാണ് നമ്മളുള്ളത്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിന് മുമ്പ് നമ്മുടെ മഹത്തായ ഇന്ത്യ രാജ്യത്തിലെ ന്യൂനപക്ഷങ്ങളും പ്രത്യേകിച്ച് മുസ്ലിങ്ങളും മഹാഭീതിയുടെ തണലിലായിരുന്നു. നമ്മൾ ഒന്നിച്ചു നിന്നപ്പോൾ, ഐക്യത്തോടെ നിന്നപ്പോൾ, ഒരേ ലക്ഷ്യത്തിന് വേണ്ടി ജാതി മതഭേദമന്യേ ഇന്ത്യൻ ഭരണഘടന സംരക്ഷിക്കാൻ അള്ളാഹ് പറഞ്ഞ പ്രകാരം അവൻ്റെ പാശത്തെ മുറുകെ പിടിച്ചപ്പോൾ അൽഹംദുലില്ലാഹ് ഭീതിയിൽ നിന്ന് ആശ്വാസം നൽകിയിരിക്കുകയാണ്. ഈ നില തുടർന്നാൽ അള്ളാഹുവിന് അനുഗ്രഹമുണ്ടാകും. മനുഷ്യത്വത്തിന് വിരുദ്ധമായ ഫാസിസ്റ്റ് ശക്തികളിൽ നിന്ന് അള്ളാഹു നമ്മളെ കാത്തു രക്ഷിക്കുമാറാവട്ടെ. ഈ സന്ദർഭത്തിൽ ഹസരത്ത് ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമയുടെയും പുത്രൻ ഇസ്മായിൽ അലൈഹിസ്സലാത്തു വസ്സലാമയുടെയും ധീരമായ ചരിത്രം സ്മരിക്കാതെ പോകുന്നത് ബലിപെരുന്നാളിൽ ചെയ്യുന്ന നന്ദികളാണ്. ഒറ്റ വാക്കിൽ പറയുന്നത്, ഇന്നത്തെ ഇറാഖിലെ ഊർ പട്ടണത്തിൽ ജനിച്ച ഇബ്രാഹിം എന്ന ബാലനെ അള്ളാഹു ലോക ജനങ്ങൾക്ക് നേതാവായി തെരഞ്ഞെടുത്ത സംഭവമാണ് ബലിപെരുന്നാളിൻ്റെ ചരിത്രം. ജനിച്ച നാട്ടിൽ താൻ അനുഭവിച്ച ദൈവനിഷേധ കാര്യങ്ങളും ഏകനായ സൃഷ്ടാവിന് പകരം മനുഷ്യൻ കല്ലിലും മരത്തിലും കൊത്തിവെച്ച പ്രതിമകളെ ദൈവമായി സങ്കല്പിക്കുന്ന ദുരന്തത്തിൽ നിന്ന് അദ്ദേഹം ജനങ്ങളെ അള്ളാഹുവിൻ്റെ മാർഗത്തിലേക്ക് ക്ഷണിച്ചു. പക്ഷെ കരുത്തനായ ഭരണാധികാരിയും ശക്തമായ പൗരോഹിത്യവും, തൻ്റെ പിതാവ് ഉൾക്കൊള്ളുന്ന പൗരോഹിത്യവും അദ്ദേഹത്തെ എതിർത്തു. അതെല്ലാം അവഗണിച്ചുകൊണ്ട് അദ്ദേഹം ഇസ്ലാമിന് വേണ്ടി, സത്യത്തിന് വേണ്ടി നിലകൊണ്ടു. തീരെറിയപ്പെട്ടു, വീട്ടിൽ നിന്ന് ബഹിഷ്കരിക്കപ്പെട്ടു. അങ്ങനെ അദ്ദേഹം അതെല്ലാം അതിജയിച്ചു. ആയിരക്കണക്കിന് കിലോമീറ്റർ ഈ സത്യം മുറുകെ പിടിക്കാൻ അദ്ദേഹം യാത്ര ചെയ്തു. അതാണ് ഇബ്രാഹിം നബിയുടെ ഒന്നാമത്തെ ഭാഗം. രണ്ടാമത്തെ ഭാഗം, തൻ്റെ പ്രിയദാസനെ ഇബ്രാഹിമിനെ, തനിക്ക് വേണ്ടി എല്ലാം സഹിച്ച ഇബ്രാഹിമിനെ അള്ളാഹു തന്നെ വീണ്ടും കടുത്ത പരീക്ഷണത്തിൽ ഉൾപ്പെടുത്തുകയാണ്. അവസാന നാളിൽ പ്രാർത്ഥനയുടെ ഫലമായി ഒരു സന്താനത്തെ നൽകുന്നു. അതാണ് ഇസ്മായിൽ അലൈഹിസ്സലാത്തു വസ്സലാം. ആ സന്താനത്തോടുള്ള സ്നേഹമാണോ, സൃഷ്ടാവിനോടുള്ള സ്നേഹമാണോ വലുത് എന്ന അള്ളാഹുവിൻ്റെ ഒരു പരീക്ഷണം. അങ്ങനെ ചില വചനങ്ങളിലൂടെ അള്ളാഹു തന്റെ ദാസനെ പരീക്ഷിച്ചു. അദ്ദേഹം അത് പൂർത്തിയാക്കി.
അപ്പൊ അള്ളാഹു പ്രഖ്യാപിച്ചു, യാ ഇബ്രാഹിം, നിന്നെ ഞാൻ ലോക ജനങ്ങളുടെ മനുഷ്യരുടെ നേതാവായി പ്രഖ്യാപിക്കുക. ഇന്നി ജാഇലുക ലിന്നാസി ഇമാമ. ഇബ്രാഹിം അപേക്ഷിച്ചു എൻ്റെ മക്കളിൽ നിന്ന്. അല്ല തിരുത്തി, മക്കളിൽ നിന്ന്. പക്ഷേ നിന്നെ അനുസരിക്കുന്ന അവർക്ക് മാത്രമാണ് ഇത് ബാധകം. മകനായി എന്നതുകൊണ്ട് സുഹൃതവാനാകുന്നില്ല. വലിയൊരു പ്രസക്തമായ ഒരു സന്ദേശമാണ് ഈ ആയത്ത് നമുക്ക് നൽകുന്നത്. അതായത് ജനനം കൊണ്ടല്ല, വംശമഹത്വം കൊണ്ടല്ല, കർമ്മം കൊണ്ടാണ് അള്ളാഹുവിൻ്റെ അടുക്കൽ സ്വീകാര്യനാകുന്നത് എന്നതാണ്. ആ ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ അവസാനം ജനിച്ച പിഞ്ചു മോനെ ഇസ്മായിലിനെ ബലിയെടുക്കാൻ അള്ളാഹു കൽപ്പിക്കുന്നു. ഇനി അറാഫിൽ മനാമി അന്നി അൽബഹുക. മോനോട് പറഞ്ഞു, അള്ള കൽപ്പിച്ചിരിക്കുന്നു നിന്നെ ബലിയെടുക്കുവാൻ, കഴുത്തിൽ കത്തിവെക്കുവാൻ. പിഞ്ചു മോൻ ഈമാൻ ദൃഢമായ ഹൃദയമുള്ള കൊച്ചുകുട്ടി പറഞ്ഞൊരു മറുപടി എൻ്റെ സംസാരം കേൾക്കുന്ന കുഞ്ഞുങ്ങൾക്ക്, നമ്മുടെ പ്രിയപ്പെട്ട മക്കൾക്ക് സന്ദേശമാണ്. എതിർത്ത് പറഞ്ഞില്ല. സതജിദുനി ഇൻഷാ അല്ലാഹു മിനസ് സാബിരീൻ. ഉപ്പ, അള്ള എന്ത് പറഞ്ഞോ അത് ചെയ്തുകൊള്ളൂ, നിങ്ങൾക്ക് എന്നെ കാണാൻ ക്ഷമയുള്ളവനായി. ഇപ്പോൾ ഇത്തരം ഇസ്മായിലുകളുടെ നമ്മുടെ മാതാപിതാക്കൾക്ക് അനിവാര്യമാണ്. മക്കൾ പറഞ്ഞു കേൾക്കാത്ത പരാതികളാണ് എമ്പാടുമായി. നാം അവർക്ക് തൗഹീദ് നൽകുക, ഖുർആന്റെ സന്ദേശം നൽകുക, ഇസ്മായിലുകളാക്കി മാറ്റുക എന്നതുമാണ് ഇന്നിൻ്റെ സന്ദേശം. ഈ സന്ദർഭത്തിൽ വിശുദ്ധ ഖുർആൻ വ്യക്തമായി പറഞ്ഞ കഥയാണത്. വിശുദ്ധ ഖുർആനിൽ വ്യക്തമായി വന്ന ഒരു കാര്യത്തെ നമുക്ക് വ്യാഖ്യാനിക്കുവാൻ അവകാശമില്ല. വിശുദ്ധ ഖുർആൻ വ്യക്തമായി പറഞ്ഞൊരു കാര്യം, ഇസ്മായിൽ നബി അറക്കാൻ പോയ സംഭവം പോലും ഇന്ന് വ്യാഖ്യാനിച്ച് മാനവികതയ്ക്ക് വേണ്ടി വിശുദ്ധ ഖുർആനിനെ ദുർബലപ്പെടുത്തി വ്യാഖ്യാനങ്ങൾ പാടില്ല. അള്ളാഹു പറഞ്ഞത് മോനെ അറക്കുക, ഇനി അൽബഹുക എന്നാണ്. അത് അറക്കുക എന്നതല്ല അതിൻ്റെ അർത്ഥം. അതിന് മോനെ നിന്നെ പറ്റി എനിക്കൊരു സ്വപ്നമുണ്ട് എന്ന് പറയാൻ മാത്രം അറബി ഭാഷയോ ഖുർആനിൽ വ്യാഖ്യാനോ മനുഷ്യബുദ്ധി പോലും സമ്മതിക്കുന്നില്ല. ഈ അറക്കാൻ തന്നെയുള്ള കൽപ്പനയ്ക്ക് വിധേയമാകുമ്പോഴല്ലേ പരീക്ഷണമാകുന്നുള്ളൂ. അവിടെയാണ് അള്ളാഹു പറഞ്ഞത്, നീ സൂറത്തു സാഫാത്ത്, ഇബ്രാഹിമെ താങ്കൾ കൽപ്പന പാലിച്ചിരിക്കുന്നു, കഴുത്തിൽ കത്തി വെച്ചിരിക്കുന്നു, ബാക്കി അള്ളാഹ് ഏറ്റെടുത്തു. മനുഷ്യ ഹത്യ അള്ളാഹുവിന്റെ ഉദ്ദേശമല്ല, പരീക്ഷണമായിരുന്നു. പകരം ഒരാളെ നടത്താൻ മതി. അതാണ് നാം ഉദയത്തിന്റെ ചരിത്രമായി കേൾക്കുന്നത്. ഈ സന്ദർഭത്തിൽ ആ ചരിത്രം ഓർത്തുകൊണ്ട് ആ ഇബ്രാഹിം ആകുവാൻ ഞാൻ സന്നദ്ധനാണ് എന്ന് നമ്മുടെ കൊച്ചു കുഞ്ഞുങ്ങൾ അള്ളാഹു എന്ന് പറഞ്ഞു അത് കേൾക്കാൻ ഞാൻ സന്നദ്ധനാണെന്ന പ്രതിജ്ഞ ഇസ്മായിലായി മാറുക എന്നതുമാണ് ബലിപെരുന്നാളിൻ്റെ ഏറ്റവും വലിയ സന്ദേശം. നമ്മുടെ കുട്ടികൾക്ക്, പ്രത്യേകിച്ച് യുവാക്കൾക്കൊക്കെ ദീനി കൽപ്പന എന്ന് കേൾക്കുമ്പോൾ പലപ്പോഴും അലർജിയും വിഷമവുമാണ്. അതൊരു വിഷമമായി അവർക്ക് തോന്നിക്കൊണ്ടിരിക്കുകയാണ്. അല്ലെങ്കിൽ ആധുനിക ചുറ്റുപാടുകൾ ലിബറലിസം, മതം ത്യജിക്കുന്നതിനാണ് സ്വാതന്ത്ര്യമെന്ന് തോന്നിപ്പിച്ച് കൊണ്ടിരിക്കുകയാണ്. നാം ഓർക്കുക, നമുക്കൊരു മരണമുണ്ട്. എന്ത് പറഞ്ഞാലും ദൈവമില്ല എന്ന് വാദിച്ചാൽ പോലും നമുക്കൊരു മരണമുണ്ട്. ആ മരണശേഷം മരിച്ചവരാരും തിരിച്ചു വന്നിട്ടില്ല. പിന്നെ എന്ത് സംഭവിക്കുന്നു എന്നത് സൃഷ്ടാവ് നിയോഗിച്ച പ്രവാചകന്മാർ പറഞ്ഞെന്നതേ വിശ്വസിക്കാൻ നിലവാരമുണ്ട്, അവലംബമുണ്ട്. എല്ലാ ലോകത്തെന്നാ എല്ലാ പ്രവാചകൻ പറഞ്ഞു, നിങ്ങൾക്കൊരു മരണാനന്തരമുണ്ട്, ഒരു പരലോകമുണ്ട്. അതുകൊണ്ട് ആ പരലോകത്തിൽ വിജയിക്കണമെങ്കിൽ അല്പം ഇഷ്ടപ്പെട്ട് രചിക്കേണ്ടി വരും. ഇബ്രാഹിമിനോട് അല്ലാഹു തആല മകനെ ഇറക്കാനാണ് പറഞ്ഞത്. നമ്മോട് നാം ഇഷ്ടപ്പെട്ട സമ്പത്തിൽ അല്പം ചെലവഴിച്ചൊരു മൃഗത്തെ ഇറക്കാനേ പറഞ്ഞിട്ടുള്ളൂ, ഇല്ലേ? അത് തുടങ്ങി ഇസ്ലാമിക വേഷം ധരിക്കുന്നതിൽ, ഇസ്ലാമിക ശരീഅത്ത് അംഗീകരിക്കുന്നതിൽ, ഖുർആൻ ഉൾക്കൊള്ളുന്നതിൽ വൈമനസ്യം കാണിച്ചാൽ കടുത്ത പരീക്ഷണമായിരിക്കും വരാനുള്ളതെന്ന് മാത്രം ഈ സന്ദർഭത്തിൽ ഓർമ്മിപ്പിക്കുക. പ്രിയമുള്ളവരെ, ബലിപെരുന്നാൾ കഴിഞ്ഞു പോകുമ്പോൾ അങ്ങ് നടക്കുന്ന ഹജ്ജിൻ്റെ ഓർമ്മകളോടൊപ്പം പ്രസിദ്ധമായ ചരിത്രം രേഖപ്പെടുത്തിയ ഒരു പ്രസംഗത്തിൻ്റെ ചില വാക്യങ്ങൾ കൂടി നാം സ്മരിക്കേണ്ടതുണ്ട്. അതാണ് ഹജ്ജത്തുൽ വദാഇലെ അള്ളാഹുവിൻ്റെ പുണ്യപ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ അങ്ങ് അറഫയിലെ തുറന്ന താഴ്വരയിൽ ജബലുർ റഹമയുടെ താഴെ നിർവഹിച്ച പ്രസംഗം. അത് ഖുതുബത്തുൽ വദാഅ്, വിടവാങ്ങൽ പ്രസംഗം എന്ന പേരിൽ രേഖപ്പെടുത്തപ്പെട്ടിരിക്കുകയാണ്. അതിൻ്റെ സന്ദേശം, അള്ളാഹുവിൻ്റെ പ്രവാചകൻ 40 വയസ്സ് വരെ നുബുവത്ത് കിട്ടി. 40 വയസ്സിൽ 13 വർഷം മക്കയിലും തുടർന്ന് 10 വർഷം മദീനയിലും കഴിച്ചുകൂട്ടിയാണ്. 23 വർഷക്കാലത്തിലെ അള്ളാഹുവിൻ്റെ കൽപ്പനകൾ ജനങ്ങളിലേക്ക് എത്തിച്ചതിൻ്റെ സംക്ഷിപ്തം കൂടിയാണ് ആ പ്രസംഗത്തിൻ്റെ സന്ദേശം. ലോകം അത്ഭുതത്തോടെ കണ്ട പ്രസംഗം. ഒരു ചുരുങ്ങിയ സമയം കൊണ്ട് ഇതുവരെ 23 വർഷം ജീവിച്ച സന്ദേശം ജനങ്ങളെ കേൾപ്പിച്ച പ്രസംഗമാണ്. അദ്ദേഹം പറഞ്ഞു, തിരുമേനിയുടെ ആദ്യത്തെയും അവസാനത്തെയും ഹജ്ജ്, ഒരൊറ്റ ഹജ്ജ് ചെയ്തിട്ടുള്ളൂ. അതൊരു പ്രസംഗമാണ്. ലക്ഷത്തോടടുത്ത ആളുകൾ മദീനയിൽ റസൂലിനൊപ്പം പുറപ്പെട്ടു. വഴിയിൽ നിന്ന് കൂടിയവരടക്കം 1.25 ലക്ഷത്തോളം ആളുകൾ അന്നും
അവിടെ പ്രഖ്യാപിച്ചു, പ്രിയമുള്ളവരെ ജനങ്ങളെ, അയ്യുഹന്നാസ്, ജനങ്ങളെ എന്നാണ് വിളിച്ചത്, മുഅ്മിനീങ്ങളെ മുസ്ലിങ്ങളെ എന്നല്ല. ഇതുപോലെ അടുത്ത വർഷം ഞാൻ നിങ്ങളെ കണ്ടുകൊള്ളണമെന്നില്ല. ലഅല്ലി ലാ അൽഖാകും ബഅദ ആമി ഹാദാ എന്ന് പറഞ്ഞാണ് സന്ദേശം വസിയത്ത് നൽകുന്നത്. ഒരാൾ മരണം ആസന്നമാകുമ്പോൾ പ്രിയപ്പെട്ട ജനങ്ങൾക്ക്, മക്കൾക്ക് നൽകുന്ന വസിയത്ത് പോലെയാണ് ആ സന്ദേശം. അതിൽ മുഖ്യമായ വശങ്ങൾ ഇന്നും വളരെ പ്രസക്തമാണ്. അതൊന്ന് വളരെ വേഗത്തിൽ പറഞ്ഞു പോവുകയാണ്. ഞാൻ അടുത്ത വർഷം നിങ്ങളെ കണ്ടുകൊള്ളണമെന്നില്ല എന്ന വാക്ക് കേട്ടപ്പോൾ തന്നെ ക്രാന്തദർശികളായ സഹാബാക്കൾ പലരും കരയാൻ തുടങ്ങി. അള്ളാഹുവിന് തൻ്റെ പ്രവാചകനെ തിരിച്ചു വിളിക്കാൻ സമയമായി എന്ന് അവർക്ക് മനസ്സിലായി. എന്ന് പറഞ്ഞൊരു വചനം, ജനങ്ങളെ, നിങ്ങളെ ഒരാണിൽ നിന്നും പെണ്ണിൽ സൃഷ്ടിച്ചു, ആ സൃഷ്ടാവിനെ സൂക്ഷിക്കുക, അഥവാ ഹിഫ്ളുദ്ദീൻ, അള്ളാഹുവിൻ്റെ ശരീഅത്തിനെ സൂക്ഷിക്കുക എന്നാണ്. അള്ളാഹു ഖുർആൻ എന്തെല്ലാം കൽപ്പിച്ചോ അതൊക്കെ അനുസരിക്കണം, എന്തെല്ലാം വിരോധിച്ചോ അതിന് വിട്ടു നിൽക്കണം. ദീനെ ഒരിക്കലും ബലാത്കാരമില്ല, ലാ ഇക്റാഹ ഫിദ്ദീൻ, ദീനിൽ ബലാത്കാരമില്ല. വിശുദ്ധ ഖുർആനിലെ ഇന്ന് വളരെ പ്രസക്തമായി പറയേണ്ട ഒരു വചനമാണ്. ഇന്ന് നമ്മൾ ജീവിക്കുന്നത് സത്യാനന്തര കാലഘട്ടത്തിലാണ്. സത്യം കഴിഞ്ഞുപോയി, മരിച്ചുപോയി, എഴുതുമില്ല. പോസ്റ്റ് ട്രൂത്ത് ഏജ് എന്ന് പറയും. ട്രൂത്ത് തീർന്നുപോയി. അപ്പൊ എല്ലാ വൈരുദ്ധ്യങ്ങളെയും സത്യമായി തോന്നിപ്പിക്കുക. സമാധാനത്തിന് വേണ്ടി വന്ന മതസ്വാതന്ത്ര്യം പ്രഖ്യാപിച്ച, ബലമായിട്ട് ആരെയും മുസ്ലിം ആക്കേണ്ടതില്ല എന്ന് വളരെ കഠിനമായി പറഞ്ഞ ദീനിന്റെ ആളുകളെ അക്രമികളും ഭീകരവാദികളും പറയുമ്പോഴാണ് സത്യാനന്തരം വരുന്നത്. അതാണ് ഇസ്ലാമോഫോബിയായിട്ട് സർവ്വസാധാരണയായി മുസ്ലിങ്ങളിൽ ഭീകരവാദികൾ ചിത്രം വരുന്നത്. നമുക്ക് പറയാനുള്ളത്, ലാ ഇക്റാഹ ഫിദ്ദീൻ എന്ന് ഖുർആനിൽ ആയത്തുണ്ട്. പശ്ചാത്തലങ്ങൾ കേട്ടിട്ടുണ്ടോ? തിരുമേനി മക്കയിലും മദീനയിൽ എത്തുന്നതിന് മുമ്പ് മദീനയിലെ മുശ്രിക്കുകളും അറബികളും ജൂതന്മാരുമാണ്. അറബികൾക്കറിയാം ജൂതന്മാരുടെ മതമാണ് താരതമ്യേന ദൈവിക മതം, അതാണ് നല്ലത്. ജൂത പണ്ഡിതന്മാർ നല്ല ജീവിതം നയിക്കുന്നു അവർക്കറിയാം. അതുകൊണ്ട് കുടുംബത്തിൽ നിന്ന് ഒരാൺകുട്ടിയെ, ഒരാളെ ജൂതനാക്കുന്നവർ ഒരു അറബികൾ, അവരുടെ ജൂത വർഗത്തിൽ ജനിച്ചവരെല്ലാം ഒരാളെ ജൂതനാകും. അങ്ങനെ റസൂൽ തിരുമേനി വന്ന് ഇസ്ലാം പഠിച്ചപ്പോൾ അവർക്ക് മനസ്സിലായി അള്ളാഹുവിന്റെ റസൂലാണ് ശരി, ജൂതമതമല്ലാതെ. അപ്പം പല പാപ്പമാരും മുസ്ലിങ്ങളായി അവരുടെ മക്കളെ നേരത്തെ ജൂതമതത്തിൽ ചേർന്നിട്ടുണ്ട്. അള്ളാഹു റസൂലിന്റെ മതം പിൻപറ്റിക്കാൻ മക്കളെ ഉപദേശിച്ചു, അവർ തയ്യാറാകുന്നില്ല. നിർബന്ധിക്കേണ്ടി വന്നു ചിലർ ഇസ്ലാമിൽ ചേരാൻ വേണ്ടി. അപ്പൊ എന്താ പറയാണ്, ലാ ഇക്റാഹ ഫിദ്ദീൻ, മക്കളല്ലേ ശരി, അവർക്ക് പറഞ്ഞു കൊടുത്താൽ മതി, പിടിച്ചു കൊണ്ടുവരേണ്ട ബാധ്യത നമുക്കില്ല. സ്വന്തം മക്കളെ പോലും നിർബന്ധിക്കേണ്ടതില്ല, പറഞ്ഞു കൊടുക്കേണ്ട ബാധ്യത നമുക്കുള്ളൂ. പ്രായപൂർത്തി എത്തിയവർ സ്വയം തീരുമാനിച്ചോളൂ. വളരെ വിശാലമായ കാഴ്ചപ്പാടാണ് അവിടെ ഹിഫ്ളുദ്ദീൻ നൽകുന്നത്. മറ്റൊന്ന് ഹിഫ്ളുൻ നഫ്സാണ്. അതിന്റെ ആശയം മാത്രം 6 പോയിന്റുകൾ ചുരുക്കി പറയാം. ഒന്ന്, മതസ്വാതന്ത്ര്യം ആണ് പ്രഖ്യാപിക്കുന്നത്, അതാണ് ഹിഫ്ളുദ്ദീൻ. ഒരിക്കലും വംശത്തിന്റെ പേരിലല്ല ജനങ്ങളെ അളക്കേണ്ടത്, വിശ്വാസത്തിന്റെയും ജീവിത വിശുദ്ധിയുടെയും പേരിലാണ്. രണ്ടാമത്തെ ഹിഫ്ളുൻ നഫ്സാണ്. ഒരു മനുഷ്യന് സമാധാനമായി ജീവിക്കാൻ അവകാശമുണ്ട്. നഫ്സിനെ ആരും കൊല്ലാൻ പാടില്ല, തന്റെ വിശ്വാസത്തിൽ പെട്ടുകൊള്ളണമെന്നില്ല. ഇത് ഇന്ത്യയിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് തന്റെ വംശത്തിൽപ്പെടാത്തവരെ കൊള്ളുന്ന വംശഹത്യകളാണ്. ഇസ്രായേൽ മുതൽ ഇന്ത്യ വരെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അള്ളാഹുവിന്റെ പ്രവാചകൻ മദീനയിൽ ഭരണാധികാരി ഏറ്റെടുത്ത ശേഷവും അവിടെയുള്ള ജൂതന്മാർക്കും അറബികൾക്കും മുശ്രിക്കുകൾക്കും ജീവൻ നിലനിൽക്കാൻ പ്രഖ്യാപിച്ചു. ഇബ്രാഹിം നബി പ്രാർത്ഥിച്ചതന്നെ, പടച്ചവനെ ഈ നാടിനെ നീ നിർഭയമായ പട്ടണമാക്കണമേ, വലതൻ ആമിന, അമ്മിനുള്ള പട്ടണമാക്കണമെന്നാണ്. അപ്പൊ ഇസ്ലാമിൽ ബലാത്കാരമില്ല, ഒരു മനുഷ്യനെയും കാരണം കൂടാതെ വധിക്കാൻ പാടില്ല. ഇതാണ് രണ്ടാമത്തെ തത്വം. മൂന്നാമത്തെ ദിഫുൽ അഖിലാണ്, മനുഷ്യന്റെ ബുദ്ധിക്ക് സ്വാതന്ത്ര്യം നൽകണം. ഒരിക്കലും മനുഷ്യന്റെ ബുദ്ധി മറക്കാൻ പാടില്ല. ബുദ്ധിയെ മറക്കുന്നതൊന്നും ഇസ്ലാമിൽ അനുവദനീയമല്ല. അതുകൊണ്ടാണ് കള്ള് ഹറാമാക്കുന്നത്. ഖംറ് എന്ന അറബിയിൽ കള്ളിന് പറയും. ഖംറ എന്ന വാക്കിന്റെ അർത്ഥം ബുദ്ധിയെ മറക്കുന്നത് എന്നല്ല. ഒരിക്കലും ബുദ്ധി മറക്കുന്ന കാര്യങ്ങൾ അത് അമിതമായ വിശ്വാസം കൊണ്ടുവരും, ലഹരി പദാർത്ഥം ഉപയോഗിക്കുന്നതുകൊണ്ട് വരും. അത് ഇസ്ലാമിൽ പാടില്ല. ഒരു മനുഷ്യന് ദൈവം നൽകിയ ബുദ്ധി സ്വതന്ത്രമായി ഉപയോഗിച്ച് അവന് ഇഷ്ടമുള്ള സ്വീകരിക്കാൻ സ്വാതന്ത്ര്യമുണ്ട്. അതാണ് ബുദ്ധിയുടെ സ്വാതന്ത്ര്യം. അവിടെയാണ് കണ്ണ് നിരോധിക്കപ്പെടുന്നതും ലഹരി പദാർത്ഥങ്ങൾ നിഷിദ്ധമാകുന്നു. ചെറുപ്പക്കാർ മനസ്സിലാക്കുക, മുസ്ലിം ഭൂരിപക്ഷ പ്രദേശങ്ങളിൽ പോലും അന്തിമയങ്ങിയാൽ വാഹനങ്ങളിലെത്ത് അതികഠിനമായ ലഹരി പദാർത്ഥം വിതരണം ചെയ്യുന്നത് സാർവത്രികമാണ്. നാം മനസ്സിലാക്കുക, നമ്മൾ സൃഷ്ടിച്ചതിനാദ്യം കഠിനമായി വിലക്കിയ ഒരു സംഗതിയാണ് ലഹരി പദാർത്ഥങ്ങൾ. അതിനോട് ഇവിടെ പറയുക എന്നതും ഈ പെരുന്നാളിലെ തീരുമാനമായിട്ടെടുക്കണം ആരെങ്കിലും അതിന് വിധേയമായി പോയിട്ടുണ്ടെങ്കിൽ. നാലാമത്തെ ഹിഫ്ളുൽ മാൽ, സമ്പത്ത് സൂക്ഷിക്കുക എന്നതാണ്. ഒരാൾക്ക് സമ്പത്ത് സൂക്ഷിക്കാൻ അള്ളാഹ് അനുവാദം കൊടുത്തിട്ടുണ്ട്. അത് സംരക്ഷിക്കാൻ വേണ്ടി യുദ്ധം ചെയ്യേണ്ടി വന്നാൽ, അക്രമിയോട് സായുധമായി നേരിടേണ്ടി വന്നാൽ, അതിൽ മരിച്ചു പോയാൽ അവൻ ഷഹീദിന്റെ പ്രതിഫലമാണ്. മാലുക്കും ഹറാമും ബൈനക്കും, നിങ്ങളുടെ സമ്പത്ത്, നിങ്ങളുടെ അഭിമാനം, ഇതെല്ലാം പരസ്പരം നിഷിദ്ധമാണ്. അത് കൈവെക്കാൻ പാടില്ല. അതുകൊണ്ട് എൻ്റെ കിശയിലേക്ക് വരുന്ന മുതൽ മാല് ഹലാലാണ് എന്ന് ഞാൻ ഉറപ്പുവരുത്തണം.
ചെറുപ്പക്കാർക്കൊക്കെ തോനെ ജോലി ചെയ്യാനാവില്ല, പെട്ടെന്ന് മുതലാളിയാവും. അതിന് പല തട്ടിപ്പുകളുണ്ട്, ഓൺലൈൻ തട്ടിപ്പുകൾ. അതൊക്കെ ചെയ്യാൻ കഴിയുന്ന യോഗ്യത എന്ന ഒരു വിചാരം ഇസ്ലാം പഠിപ്പിക്കുന്നു. നീ സമ്പാദിക്കുന്ന ധനം എത്ര ചെറുതാണെങ്കിലും അത് അന്യന്റെ തൃപ്തിയോടെ അവന്റെ കീശയിൽ നിന്ന് എന്റെ കീശയിലേക്ക് വരണം. തിജാറത്തിന്റെ അല്ലെങ്കിൽ തൃപ്തിയോടെ നമ്മളുടെ ഹലാലാവുകയുള്ളൂ. അപ്പൊ ഇത്തരം തട്ടിപ്പുകളും പെട്ടെന്ന് മുതലാളിയാവാനുള്ള വളഞ്ഞ വഴികളൊന്നും മുസ്ലിങ്ങൾക്ക് ബാധകമല്ല, പാടില്ല. നിങ്ങളുടെ ധനം പവിത്രമാണ്. അഞ്ചാമത്തത് കുടുംബം പവിത്രമാണ്. നസ്ലി എന്ന് പറഞ്ഞാൽ വംശപരമ്പരയാണ്. നമുക്ക് ജനിക്കുന്ന മക്കൾ ഹലാലായിരിക്കണം, വിവാഹത്തോടെ ആയിരിക്കണം സന്താനം ജനിപ്പിക്കുന്നത്. അതുകൊണ്ടാണ് ഇസ്ലാം വ്യഭിചാരത്തെ, വിവാഹേതര ലൈംഗിക ബന്ധത്തെ നിഷിദ്ധമായി പ്രഖ്യാപിച്ചത്. വംശവിശുദ്ധി വലിയൊരു കാര്യമാണ്. അത് ജനനം കൊണ്ട് മാത്രമല്ല, വിശ്വാസം കൊണ്ട് കൂടിയാണ്. എന്ന് പറഞ്ഞാൽ ഒരു കാരണവശാലും അവിഹിതമായ ഗർഭധാരണം വിശ്വാസികൾക്ക് പാടില്ല എന്ന് തിരുമേനി പ്രഖ്യാപിച്ചു. അഭിമാനത്തിന്റെ പ്രഖ്യാപനമാണ്. സാമ്പത്തികമായ വിശുദ്ധി പറഞ്ഞപ്പോൾ പലിശയെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹജ്ജത്തുൽ വിദാഇലെ ഖുത്ബയിൽ എടുത്തു പറഞ്ഞു, ഇന്നു മുതൽ നിഷിദ്ധമാണ്. എൻ്റെ കുടുംബത്തിന് കിട്ടാനുള്ള, അബ്ബാസ് റളിയല്ലാഹു അൻഹു കിട്ടാനുള്ള ഒരുപാട് പലിശയുടെ മുതലുണ്ട്. അത് ഞാൻ എൻ്റെ കാലിൻ്റെ അടിയിൽ ചവിട്ടി മരിച്ചിരിക്കുന്നു, വിട്ടുകൊടുത്തിരിക്കുന്നു. നിങ്ങൾക്ക് മൂലധനം വാങ്ങാം, പലിശ വാങ്ങാൻ പാടില്ല. ഇന്ന് ലോക സമ്പൽഘടന മുഴുവൻ പലിശയിൽ അധിഷ്ഠിതമാണ്. അതിന് മുക്തമായ ഇസ്ലാമി ഭാവനയിൽ സമ്പൽഘടന വരുമ്പോൾ ജനങ്ങൾക്ക് പട്ടിണി ഉണ്ടാവുകയില്ല, ഒരു പ്രയാസപ്പെടുകയില്ല. കാരണം പലിശ ഉണ്ടാകുമ്പോൾ ഉള്ളവനാവാം, കൂടുതലുള്ളവനാവാം, ഇല്ലാത്തവൻ കൂടുതൽ ദരിദ്രനാകും. അതാണ് അവിടെ ഉപയോഗിക്കുന്നത്. അവസാനമായി അഭിമാനമാണ്. എത്ര പാവപ്പെട്ടവനാണെങ്കിലും അവനെ സദസ്സിൽ വെച്ച് അപമാനിക്കാൻ പാടില്ല. അവനെ നിറം കറുത്തതാണെന്ന് കരുതി അവനെ ചവിട്ടി തേക്കാൻ പാടില്ല. ഇന്ന് പുരോഗമിച്ചു എന്ന് പറയുന്ന യൂറോപ്യൻ പാശ്ചാത്യ രാജ്യങ്ങളിൽ പോലും കറുത്ത വർഗ്ഗക്കാർ എന്ത് തന്നെ സ്വാതന്ത്ര്യം ഉണ്ടായിട്ടും ഒരുപാട് അബ്രഹാം ലിങ്കന്മാർ വന്നു പോയിട്ടും അടിമത്തം അനുഭവിക്കുകയാണ്, കറുത്തവർ വേദനിക്കുകയാണ്. ഇസ്ലാം പറഞ്ഞു, കറുപ്പിന്റെയോ വെളുപ്പിന്റെയോ പേരിലല്ല, നിങ്ങളെ തഖ്വയുടെ പേരിലാണ് ദൈവസാമീപ്യം കിട്ടുന്നത്. അത് പ്രഖ്യാപിക്കുക മാത്രമല്ല, തന്റെ അനുചരന്മാരിൽപ്പെട്ട ഏറ്റവും കറുത്തവനായിരുന്ന അടിമയായിരുന്ന ബിലാലിനെ തിരുമേനി തന്റെ ചുമലിലേറ്റിയാണ് ബാങ്ക് വിളിക്കാൻ ഫത്ഹ് മക്കയിൽ കഅബയിലേക്ക് കയറ്റുന്നത്. ഇതൊരു പ്രഖ്യാപനമല്ല, അനുഭവമാണ്. തുടർന്ന് ഇസ്ലാമിൽ കറുത്തവനും വെളുത്തവനില്ല. ഇത് കേൾക്കുമ്പോൾ നാം മനസ്സിലാക്കുക, നമ്മുടെ ഉള്ളിലും അല്പം ജാഹിലിയത്ത് ബാക്കിയില്ലേ? കറുത്തവനായ ബിലാൽ റളിയല്ലാഹു അൻഹുവിനോട് ഖുറൈശിയായ അബൂ ദർ ഗഫാരി എന്തോ കാരണത്താൽ ഒന്ന് പിണങ്ങിപ്പോയി. ദേഷ്യം പിടിച്ചപ്പോൾ ആ വാക്ക് പറഞ്ഞു. ബഹുമാനപ്പെട്ട ബിലാൽ ഇബ്നു റവാഹിനെ മുന്തിയ സഹാബി തന്നെയായ തഖ്വയുള്ളവൻ തന്നെയായ അബൂ ദർ ഒരു ഘട്ടത്തിൽ ദേഷ്യപ്പെട്ട് പറഞ്ഞുപോയി, യബ്ന സൗദ, കറുത്ത പെണ്ണിന്റെ മോനെ എന്ന് വിളിച്ചുപോയി. വല്ലാതെ മനസ്സിൽ കൊണ്ടു ബിലാൽ. അല്ലാഹുവിന്റെ റസൂലോട് പരാതി പറഞ്ഞു. റസൂൽ അബൂ ദറിനെ വിളിച്ച് പറഞ്ഞ് സത്യമാണോ ചോദിച്ചു. അവളെ കയർത്തി അബൂ ദറിനോട് പറഞ്ഞൊരു വാക്കുണ്ട്, ശരികളായ നമ്മുടെ ജാതിയിൽപ്പെട്ട ജന്മം കൊണ്ടോ തൊഴിൽ കൊണ്ടോ നമുക്ക് ഇഷ്ടമില്ലാത്ത പൂർവികമായി നമ്മൾ അന്ധവിശ്വാസം കൊണ്ട് നടക്കുന്ന ആളുകളോട് മോശമായി പെരുമാറുന്നുണ്ടെങ്കിൽ, വാക്കിൽ അവരെ താഴ്ത്തി പറയുമെങ്കിൽ മനസ്സിലാക്കുക. അല്ലാഹുവിന്റെ റസൂൽ അബൂ ദറിനോട് കയർത്തി പറഞ്ഞ വാക്കുണ്ട്, ജാഹിലിയ, ഇപ്പോഴും ജാഹിലിയത്തിന് ബാക്കിയുണ്ടോ എന്നാണ്. എന്നിട്ട് ഇത് കേട്ടപ്പോൾ അബൂ ദർ വല്ലാതെ കുറ്റബോധമുണ്ടായി. അദ്ദേഹം തന്റെ ചെരിപ്പൂരി ബിലാലിന്റെ കയ്യിൽ കൊടുക്കുകയാണ്. ബിലാലെ, എനിക്ക് നാളെ സ്വർഗത്തിൽ രക്ഷപ്പെടണമെങ്കിൽ എന്റെ ചെരിപ്പ് കൊണ്ട് താങ്കളുടെ മുഖത്തടിക്കണം, എന്നാലേ എനിക്ക് സമാധാനമുള്ളൂ എന്ന് തോൽവി സമ്മതിക്കുകയാണ്, തെറ്റ് സമ്മതിക്കുകയാണ്. നമ്മിലും അല്പാൽപ്പം ജാഹിലിയത്ത് ബാക്കിയുണ്ടെങ്കിൽ ഹജ്ജത്തുൽ വദാഇന്റെ ഖുത്ബ സ്മരിക്കുന്ന ഈ നിമിഷം മുറിച്ചെറിയുക. എല്ലാവരും മനുഷ്യരാണ്. തൊഴിൽ കൊണ്ട് അധമന്മാരില്ല, നിറം കൊണ്ട് അധീനന്മാരില്ല, ഭാഷ കൊണ്ട് താഴ്ന്ന ജാതിക്കാരില്ല. നമ്മുടെ എല്ലാ മനുഷ്യരെയും മനുഷ്യരായി കാണുന്ന വല്ലാത്തൊരു പ്രഖ്യാപനമാണ് ഹജ്ജത്തുൽ വദാഇന്റെ ലോക മനുഷ്യാവകാശ പ്രഖ്യാപനം. ഇന്ന് നിലവിലുള്ള അന്താരാഷ്ട്ര UNO പോലുള്ള സംഘടനകൾക്ക് പോലും നിയമാവലിക്ക് നിമിത്തമായതാണ് ഇസ്ലാമിൽ ഹജ്ജത്തുൽ വദാഇന്റെ ഖുത്ബ. അത് ഓർക്കുകയാണ്, ഓർമ്മിപ്പിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ വിധിയിലേക്ക് സൂക്ഷിക്കുന്ന, ഈ കാര്യങ്ങൾ ജീവിതത്തിൽ പകർത്തുന്ന മുത്തഖികളായി ജീവിക്കുവാൻ നമ്മളെ അവരെ അനുഗ്രഹിക്കുമാറാവട്ടെ. ഈ വരുന്ന ദിവസം സന്തോഷം കൈമാറുന്ന, സന്തോഷിക്കാൻ അവസരം നൽകുന്ന ഒരു സുദിനമായി അല്ലാഹു സ്വീകരിക്കുമാറാവട്ടെ. മലക്കുകളുടെ സാന്നിധ്യം അറിയിച്ചുകൊണ്ട് ഈ കഴിഞ്ഞ ദിവസം അറഫ മൈതാനിയിൽ വെച്ച് നമ്മുടെ സഹോദരങ്ങൾ കണ്ണീരോടെ അവർ കുറ്റബോധത്തോടെ പ്രാർത്ഥിച്ചു. അവരുടെയൊക്കെ മലക്ക് ഇറങ്ങി വന്നു. ആ നിമിഷത്തെ ഇസ്ലാം നമുക്ക് പരിചയപ്പെടുത്തിയിരുന്നത് അള്ളാഹു സന്തോഷിക്കുന്ന ദിവസമില്ല. അത്ര ദിവസം അള്ളാഹ് സന്തോഷിക്കുന്ന മറ്റൊരു ദിവസമില്ല. കാരണം മനുഷ്യൻ സൃഷ്ടിക്കുമ്പോൾ മലക്കുകൾ പറഞ്ഞല്ലോ, എന്തിനാ പഠിച്ചവനെ ഭൂമിയിൽ രക്തം ചെയ്യുന്ന കുഴപ്പമുണ്ടാക്കി സൃഷ്ടിക്കുന്നത്? അന്ത തെളിയിക്കുകയാണ്. അല്ല, അവർ സമാധാനിക്കുന്നവരാണ്. എന്നിലേക്ക് ചോദിച്ചു വന്നിരിക്കുന്നു, ഞാൻ അവർക്ക് നൽകും. ആ നിമിഷങ്ങളിൽ നമ്മളും അതിൽ ഭാഗവാക്കാവുകയാണ്. സാസന്നമായ ഭാവിയിൽ ഹജ്ജ് ഫർള ആളുകൾ ആ അറഫയിലെത്താൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. നമ്മുടെ നാട്ടിലെ ഹജ്ജ് നിർബന്ധമായ എല്ലാ സഹോദരങ്ങൾക്കും പരിശുദ്ധ ഹജ്ജ് കർമ്മത്തിനും അള്ളാഹു അവസരം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മുടെ നാട്ടിൽ
പുറപ്പെട്ട പ്രത്യേകിച്ചും ലോക മുസ്ലിങ്ങൾക്ക് എല്ലാവർക്കും സ്വീകാര്യമായ പ്രയാസരഹിതമായ ഹജ്ജ് നിർവഹിച്ച് നല്ല മനസ്സോടെ നാട്ടിൽ തിരിച്ചെത്താൻ അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. രോഗികളുണ്ട്, പ്രയാസമുള്ളവരുണ്ട്. ഈ സന്തോഷ നിമിഷത്തിൽ അള്ളാഹു പോലും സന്തോഷിക്കുന്ന നമ്മുടെ ഈ ഒത്തുചേരലിൽ നമ്മുടെ ദുആ സ്വീകരിച്ചുകൊണ്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ സഹോദരങ്ങൾക്ക് രോഗശമനവും ആശ്വാസവും അനുഗ്രഹിക്കുമാറാവട്ടെ. കടബാധ്യതയും രക്ഷപ്പെടുത്തുമാറാവട്ടെ. രോഗം ശിഫയാക്കി കൊടുക്കുമാറാവട്ടെ. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, ലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ്. അല്ലാഹു അക്ബർ, 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 ലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ്. ഇന്നൽ ഹംദലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ. അമ്മാ ബഅദ്. ഒരിക്കൽ കൂടി സന്തോഷത്തിൻ്റെ, സൗഹൃദത്തിൻ്റെ, ആത്മാർപ്പണത്തിൻ്റെ സന്ദേശമായ ബലിപെരുന്നാൾ സന്ദേശം കൈമാറുന്നു. തഖബ്ബലല്ലാഹു മിന്നാ വമിൻകും. നിങ്ങളിൽ നിന്നും എന്നിൽ നിന്നും നമ്മുടെ കർമ്മങ്ങൾ അല്ലാഹു സ്വീകരിക്കുമാറാവട്ടെ. കഴിഞ്ഞ ദിവസം അറഫയിൽ നാം തമ്പുകൾ കണ്ടു. മിനായിൽ ലക്ഷക്കണക്കിന് തമ്പുകളിൽ ഹാജിമാർ ഇപ്പോൾ കർമ്മങ്ങൾ നിർവഹിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ തമ്പ് എന്ന് നോക്കുമ്പോൾ അറബിയിൽ ഖൈമ എന്ന് പറയും. ആധുനിക ടെൻറ്റുകൾ, സൗകര്യമുള്ള ടെൻറ്റുകളാണ്. മറ്റൊരു ടെൻറ്റും ദുഃഖകരമായ ഈ നിമിഷത്തിൽ നമ്മുടെ മനസ്സിലേക്ക് വരികയാണ്. അതങ്ങ് റഫാ, ഫലസ്തീനിലെ റഫാ മണ്ണിലുള്ള തമ്പുകളാണ്, റഫായിലുള്ള ടെൻറ്റുകളാണ്. മക്കയിലെ ടെൻറ്റുകൾ ഓരോ വർഷവും സൗകര്യം കൂടുന്നു, എല്ലാ സൗകര്യം ഫെസിലിറ്റീസുമുള്ള തമ്പുകളായി മാറുന്നു. അൽഹംദുലില്ലാഹ് ഹാജിമാർക്ക് സുഖമുണ്ടാകും. പക്ഷേ കഴിഞ്ഞ ദിവസം പെരുന്നാൾ ആഘോഷിച്ച് നമ്മുടെ കുഞ്ഞുങ്ങളുണ്ട്. അവരെ കയ്യിലെ മൈലാഞ്ചിൻ്റെ കളറിൽ ചോരയെടുക്കുന്നത്, അവരെ തെമ്പിൽ വേവുന്നത് പച്ചമാംസത്തിൻ്റെ വേദനകളുടെയും ദുർഗന്ധവും. നഊദുബില്ല. ആ സഹോദരങ്ങൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല സുദിനത്തിൽ എത്രയും വേഗവും ശിഫയും വിജയം നൽകി അനുഗ്രഹിക്കുമാറാണ്. ഖേദകരെന്ന് പറയട്ടെ, നമ്മുടെ ആ കുഞ്ഞുങ്ങളുടെ വേദനയും പട്ടിണിയും മരുന്നില്ലായ്കയും എല്ലാം ഒരു ഭാഗത്ത് നടക്കുമ്പോൾ നമ്മുടെ മനുഷ്യരെല്ലാം തുല്യർ, മുഅ്മിനീങ്ങൾ സത്യവിശ്വാസികൾ തുല്യർ. ഒരു കെട്ടിടം പോലെ, ഒരു ശരീരം പോലെ, ഒരു ഭാഗം രോഗമായ ശരീരം മുഴുവൻ വേദനിക്കുന്നു, പനിക്കുന്നു പഠിപ്പിച്ച പ്രവാചകന്റെ അനുയായികൾ ആ റഫയിൽ നിന്ന് കിലോമീറ്ററുകൾ മാത്രം ദൂരെയുള്ള പരിസര പ്രദേശങ്ങളിലെ അറബികളെ കൊട്ടാരങ്ങളിൽ കഴിയുന്നവർ ഈ വേദന അറിയുന്നില്ല, കുഞ്ഞുങ്ങളെ വിഷമം മനസ്സിലാക്കുന്നില്ല. അള്ളാഹുവാണ് വലിയവൻ. ഓർത്തു നോക്കൂ, ഇതൊന്നുമില്ലാത്ത, വിശ്വാസമില്ലാത്ത പാശ്ചാത്യർ, നമ്മൾ കുറ്റം പറയുന്ന പാശ്ചാത്യർ, അവർ പലസ്തീനികളെ വേദന അറിയുന്നു. അവർ അവരുടെ കലാലയങ്ങളിൽ, ക്യാമ്പസുകളിൽ തമ്പുകൾ പണിയുന്നു പ്രതീകാത്മകമായി. ആ കുഞ്ഞുങ്ങളുടെ ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുന്നു. കേട്ടുകൊണ്ടിരിക്കുന്നത് അറബി ശൈഖന്മാരുടെ മണ്ണ്. അവരുടെ രാജ്യം ഇപ്പോഴും ഈ ക്രൂരന്മാരായ ഇസ്രായേൽ അക്രമികൾക്ക് വിമാനം പറത്തുവാനും ആയുധം കൊണ്ടുപോകുവാനും അനുവാദമുണ്ട്. അവരിപ്പോഴും നയതന്ത്രം തുടർന്ന് പറയുമ്പോൾ മുസ്ലിങ്ങളല്ലാത്ത രാജ്യങ്ങൾ പോലും നയതന്ത്രം വിച്ഛേദിച്ച് ഈ അക്രമത്തിൽ പ്രതിഷേധിച്ചുകൊണ്ടിരിക്കുന്നു. വിശുദ്ധ ഖുർആനിലെ വചനമുണ്ട്, നിങ്ങൾ എടുക്കേണ്ട ഡ്യൂട്ടി നിങ്ങൾ എടുക്കുന്നില്ലെങ്കിൽ അള്ളാഹുവിനെ അനുസരിക്കുന്ന മറ്റൊരു ഖൗമിനെ അള്ളാഹ് കൊണ്ടുവരും. അതിന്റെ സൂചനകളാണ്. പ്രാർത്ഥിക്കുക, അള്ളാഹു സുബ്ഹാനഹു വ തആല മസ്ജിദുൽ അഖ്സയുടെ ഭൂമി, ഖുദ്സിന്റെ ഭൂമി മോചിപ്പിക്കുകയും എത്രയും വേഗം മുസ്ലിങ്ങൾക്ക്, ഫലസ്തീനികൾക്ക്, ലോക ഈമാനുള്ളവർക്ക് വിജയം നൽകി അനുഗ്രഹം ചെയ്യുമാറാവട്ടെ. പ്രാർത്ഥന ഉണ്ടായിരിക്കണം. ശത്രു പരാജയത്തിന്റെ ക്ഷീണത്തിന്റെ വക്കിലാണ്. അള്ളാഹു ഇടപെടും. ഇൻഷാ അല്ലാഹ് ഒരു വിജയത്തിന്റെ വാർത്ത പ്രതീക്ഷിക്കുക. ഈ പുണ്യനിമിഷം പ്രാർത്ഥന തുടരുക. അള്ളാഹു ഫലസ്തീനിലെ വേദനകളിൽ നിന്ന്, ദുരന്തങ്ങളിൽ നമ്മുടെ സഹോദരന്മാരെ രക്ഷിക്കുമാറാവട്ടെ. പ്രിയമുള്ളവരെ, ഇവിടെ ബലിയർക്കുവാൻ കൽപ്പിച്ചത് മൃഗത്തെയാണ്. അവിടെ ഈ മാനവികത പറഞ്ഞുകൊണ്ട് പലരും ആക്ഷേപിക്കുന്ന ഒരു ആശയം മുൻകാലങ്ങളായി വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെയുണ്ട് ഒരു മതം, കാരുണ്യത്തിന് റഹ്മത്തുൽ ആലമീനായ മതം, മൃഗങ്ങളെ ജീവൻ അർപ്പിക്കാൻ കൽപ്പിക്കുമോ എന്നാണ് ചോദിക്കുന്നത്. ഇവർ മനസ്സിലാക്കാത്ത കാര്യമാണ്. ലോകത്തെ ഏറ്റവും അധികം മൃഗങ്ങൾ ബലിയർക്കപ്പെടുന്നത് പുണ്യത്തിന് വേണ്ടിയല്ല, മാംസത്തിന് വേണ്ടി. അവിടെ നിങ്ങളുടെ വിരോധാഭാസം സത്യാനന്തര കാലഘട്ടം പറഞ്ഞു. പഞ്ചനക്ഷത്ര ഹോട്ടലുകളിൽ സമ്പന്നന്റെ ഭക്ഷണം വിളമ്പാൻ വേണ്ടി KFC, മക്ഡൊണാൾഡ് എന്നൊക്കെ പറയുന്ന ലോക കുത്തക കമ്പനികൾ ഒരു വർഷം അറുക്കുന്ന ആടുകളുടെ എണ്ണം ബില്യൺ, മോർ ദാൻ 1 ബില്യൺ. എത്ര ലക്ഷമാണ്? 1 ബില്യണിലധികം മൃഗങ്ങളെ അവർ അറുക്കുന്നുണ്ട്. അവരത് മുതലാളിമാർക്ക് വിളമ്പുകയോ പൈസ കൊടുക്കുകയോ ചെയ്തു. എന്നാൽ ബലികർമ്മം ലോകത്താകെ നടക്കുന്നത്, ഹജ്ജ് കർമ്മം സംബന്ധിച്ചിടത്തോളം 25 ലക്ഷം ഹാജിമാരാണല്ലോ. എല്ലാവരും ബലിയർത്താലും 2.5 മില്യൺ വരുന്നുണ്ട്, ബില്യൺ ആകുന്നില്ല.
മുസ്ലിങ്ങൾ അറുക്കുന്ന ബലികർമ്മത്തിന്റെ മാംസം പാവങ്ങൾക്ക് കൊടുക്കുന്നു, പണം വാങ്ങാതെ. ലോക കുത്തകളിൽ അറുക്കുന്ന KFC-യും അൽബൈത്തും അറക്കുന്ന മാംസം മുതലാളിമാർക്ക് കൊടുക്കുന്നു, പണം വാങ്ങിക്കൊള്ളു. അതിനാരും ആക്ഷേപിക്കുന്നു. അപ്പൊ ഇസ്ലാമിലെ ആഘോഷം എന്ന് പറയുന്നത് പാവങ്ങൾക്ക് ഭക്ഷണമാണ്. അല്ലാതെ ബലിയർത്ത് അതിന്റെ മാംസം പ്രതിമകളിൽ പുരട്ടി കഅബയുടെ ചുമരിൽ പുരട്ടുന്ന രംഗമല്ല ഇസ്ലാമിലുള്ളത്. കുലൂ മിന്നാ വഅതിഉൽ ഖാനിയ വൽ മുഅ്തർ. നിങ്ങൾ ഭക്ഷിക്കുകയും ചോദിക്കാൻ പോലും പ്രയാസമുള്ള പാവങ്ങളുണ്ട്, അവരെ ഭക്ഷിപ്പിക്കുകയും ചെയ്യും. ആ പുണ്യകർമ്മത്തിലേക്കാണ് അടുത്ത് നമുക്ക് പോകാനുള്ളത്. അള്ളാഹു കൽപ്പിച്ച വിധം ബിസ്മില്ല, അള്ളാഹിന്റെ നാമം ഉച്ചരിച്ചുകൊണ്ട്, അള്ളാഹിന്റെ നാമം സ്മരിച്ചു തക്ബീർ ചൊല്ലിക്കൊണ്ട് ആ പുണ്യം നിർവഹിക്കുക. അള്ളാഹു സ്വീകരിക്കുമാറാവട്ടെ. ഒരു ധന്യ നിമിഷങ്ങളിലെങ്കിലും സമൃദ്ധമായി ഭക്ഷണം കഴിക്കാൻ നമ്മുടെ രാജ്യത്ത് സാധിക്കേണ്ടത്. മറ്റൊന്ന് ഓർമ്മിപ്പിക്കുന്ന പ്രിയമുള്ളവരെ, ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം ഇസ്മായിലിനെ ബലിയാക്കാൻ തയ്യാറാണ്. നമ്മൾ നമ്മുടെ ദേഹേച്ഛകളെ, അനിഷ്ടങ്ങളെ, നമ്മുടെ താല്പര്യങ്ങളെ ബലിയാക്കാൻ സന്നദ്ധനാണോ എന്നതാണ്. ഇസ്ലാമികമായി ജീവിക്കണം എന്ന് പറയുമ്പോൾ അതിൻ്റെ വേഷപ്രശ്നമാണ്, അതിൻ്റെ ഭാഷ പ്രശ്നമാണ്. അതെല്ലാം ചോദ്യം ചെയ്യപ്പെടുമ്പോൾ അതിന് ധിക്കരിച്ചുകൊണ്ട് ഞാൻ ഇസ്ലാമിക വേഷത്തിൽ ജീവിക്കുന്നു പ്രഖ്യാപിക്കുമ്പോൾ ആദ്യം പ്രയാസമാണെങ്കിൽ പിന്നെ വിജയം നമ്മൾ കണ്ടു. ഉദാഹരണമാണ് ഹിജാബ് പ്രശ്നം. കർണാടകയിൽ ഹിജാബ് ധരിച്ച് പരീക്ഷയ്ക്ക് വരാൻ കഴിയാത്ത കുട്ടികൾ കോടതിയിൽ പോയി. അൽഹംദുലില്ലാ, അന്ന് ഹിജാബിനെതിരിൽ പടപൊരുതിയ യുവതി സഹോദരി, മുസ്ലിം സഹോദരി ഇലക്ഷനിൽ ജയിച്ച് പാർലമെന്റിൽ എത്തുന്നത് പോലെ നമ്മൾ കാണും. ഹിജാബിന്റെ പേരിൽ തഴയപ്പെട്ട തുർക്കിയിലെ ഭരണാധികാരി എർദോഗാന്റെ ഭാര്യ ഇന്ന് ഹിജാബ് ധരിച്ചുകൊണ്ട് പാർലമെന്റിൽ ഹാജരാകുന്നു. നമ്മൾ നമ്മുടെ ആശയം ഉള്ളിപ്പിടിക്കുമ്പോൾ നമ്മുടെ ഭാഗത്തുണ്ടാവാം. ഇതൊരു ഭാഗത്ത് നമ്മുടെ പെൺകുട്ടികളൊക്കെ ക്യാമ്പസുകളിൽ പോകുമ്പോൾ എന്ത് പറഞ്ഞാൽ നമ്മുടെ ഐഡന്റിറ്റി നിലനിർത്തണം, നമ്മുടെ ഡിഗ്നിറ്റി നിലനിർത്തണം. അപ്പോൾ അള്ളാഹിന്റെ സഹായം ഉണ്ടാവില്ല. ഒരു തോറ്റ മനസ്സോടെ പരാജിതയായിക്കൊണ്ടല്ല അല്ല പോകേണ്ടത്. ഞാൻ പറയാൻ കാരണം വൈവാഹിക ജീവിതം അള്ള കൽപ്പിച്ച അജതുലോതായ പറഞ്ഞ ഹിഫ്ളു നസ്രിൽപ്പെട്ടതാണ്. അത് പിന്തിച്ചുകൊണ്ടിരിക്കുകയാണ് ആവശ്യമില്ല. എൻ്റെ മൈ ബോഡി മൈ റൈറ്റ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പുതിയ ചില വാദങ്ങളാണ്. അതിന് ഗവൺമെന്റ് പോലും സപ്പോർട്ട് ചെയ്ത് ലിബറലിസത്തിന്റെ പേര്. ആണും പെണ്ണും എങ്ങനെ ജീവിക്കാം, ആണും പെണ്ണും എങ്ങനെ ജീവിച്ചാൽ സംഭവിക്കാൻ പോകുന്നത് ഫ്ലാറ്റുകളിൽ നിന്ന് അവിഹിതമായി ജനിക്കുന്ന കുഞ്ഞുങ്ങളെ പ്ലാസ്റ്റിക് കവറിലാക്കി റോഡിലേക്ക് വലിച്ചെറിയേണ്ട ഘട്ടം വരും. ആണും പെണ്ണും എങ്ങനെ ജീവിച്ചാൽ പലതും സംഭവിക്കും. അള്ള പറഞ്ഞു നിങ്ങൾ എങ്ങനെ ജീവിച്ചു, പക്ഷെ വൈവാഹത്തോടെ. അതിന്റെ പ്രത്യേകത ആ പുരുഷന്റെ അവിടെ ഏറ്റെടുക്കൽ, സംരക്ഷണം നൽകുക, അതാണ് വിവാഹം. അതുകൊണ്ട് പഴയതിലേക്ക് മടങ്ങുക, അതിൽ സന്തോഷമുണ്ട്. പഴയതിലേക്ക് മടങ്ങുക, അതിൽ സന്തോഷമുണ്ട്. നിങ്ങളെ സ്വർഗവും അടുപ്പിക്കുന്ന സന്തോഷം നൽകുന്ന ഒരു കാര്യം ഞാൻ പറയാതെ പോയിട്ടില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിങ്ങളെ വിഷമിപ്പിക്കുന്ന നരകത്തിലാക്കുന്ന ഒരു മുന്നറിയിപ്പ് നൽകാതെ ഞാൻ പോയിട്ടില്ല. ഇസ്ലാമിനെ പൂർണ്ണമായി ഉൾക്കൊള്ളുക എന്ന പ്രതിജ്ഞ കൂടി ഈ പെരുന്നാൾ ദിവസം ഉണ്ടാവട്ടെ എന്ന് ഓർമ്മിപ്പിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ വിധിവിലക്ക് പാലിക്കുന്ന സത്യവിശ്വാസികളിൽ നമ്മളെ അവരെ ഉൾപ്പെടുത്തുമാറാവട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈമാനോടെ ജീവിച്ച് ഈമാനോടെ തന്നെ മരിക്കുവാൻ നമ്മളെവരും അനുഗ്രഹിക്കുമാറാവണം. ഇൻഷാ അല്ലാഹ് ഈ ബലി പെരുന്നാളും ഹജ്ജ് കർമ്മവും കഴിയുമ്പോൾ ലോക മുസ്ലിങ്ങൾക്ക് അന്തസ്സിന്റെയും ഐക്യത്തിന്റെയും വിജയത്തിന്റെയും വാർത്ത നൽകി അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാവണം. നമ്മൾ അറിഞ്ഞും അറിയാൻ ചെയ്തു പോയ തെറ്റുകളും കുറ്റങ്ങളും അള്ളാഹു പുറത്തുമാപ്പാക്കി തരുമാറാവണം. ഹൃദയം തുറക്കുക, മനസ്സിലെ കേടുകൾ തകർക്കുക. നമുക്കിടയിലുള്ള പിണക്കങ്ങൾ, കുടുംബകലഹങ്ങൾ, അയൽപക്ക ബന്ധ തർക്കങ്ങൾ, ഇതൊന്നും നമ്മുടെ മനസ്സിൽ ഉണ്ടാകാൻ പാടില്ല. അത് നമ്മൾ തയ്യാറാകുമ്പോൾ അള്ളാഹിന്റെ അനുഗ്രഹം ഉണ്ടാകും. ഖൽബുൻ സലീം, ശുദ്ധ മനസ്സുമായി അള്ളാഹുവിലേക്ക് പോകാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. അള്ളാഹു അനുഗ്രഹിക്കുമാറാവണം. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, ലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ. അള്ളാഹ് വലിയവനാണെന്ന് പറയുമ്പോൾ നമ്മൾ ചെറിയവരാണ് സമ്മതിക്കണം. ഈ തക്ബീർ മനസ്സാൽ ചൊല്ലിക്കൊണ്ടിരിക്കുക എല്ലാ നിമിഷങ്ങളിലും. ഇനിയുള്ള ഇന്നും തുടർന്നുള്ള 3 ദിവസവും ദിക്ർ നമസ്കാരത്തിന് ശേഷം മാത്രമല്ല, പലപ്പോഴും അള്ളാഹു തക്ബീർ ചെല്ലുക, നമസ്കാരം സലാം വേണ്ടിയ തക്ബീർ ആവർത്തിക്കുക, കൂട്ടമായും ഒറ്റമായും. അത് മനസ്സറിഞ്ഞുകൊണ്ട് പറയുക. അള്ളാഹു അവനെ മഹത്വപ്പെടുന്ന യഥാർത്ഥ വിശ്വാസികളിൽ നമ്മളെ അവരെയും ഉൾപ്പെ അനുഗ്രഹിക്കുമാറാവട്ടെ. ഹൃദയത്ത് ഉദ്ദേശിച്ച ആളുകൾ അത് നിർവഹിച്ച ശേഷം മാത്രമേ ഷേവ് ചെയ്യാനും നഖം മുറിക്കുവാനും പാടുള്ളൂ. അത് ഇന്ന് നിർവഹിക്കാൻ കഴിയാത്തവർ നാളെയും മറ്റന്നാൾ ഇയ്യാമത്തെ ശരീരം നിർവഹിക്കാവുന്നതാണ്. അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوة يا قاضي الحاجات. اللهم أجرنا من النار، اللهم أجرنا من النار، اللهم أجرنا من النار. اللهم لا تشف خلقنا بالنار ولا تجعلنا من حطب النار. اللهم أعز الإسلام
والمسلمين وأذل الشرك والمشركين. اللهم انصر إخواننا المستضعفين في فلسطين. اللهم أعز الإسلام والمسلمين. اللهم أعز أهل عيسى والرفع يا رب العالمين. اللهم دمر أعداءك وأعداء الدين. اللهم تقبل من إخواننا الحجاج حجا مقبولا مبرورا، وهب لنا ولهم حجا مقبولا مبرورا يا رب العالمين. ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما. اللهم إنا نسألك علما نافعا ورزقا واسعا وشفاء من كل داء. اللهم اشف أمراضنا شفاء لا يغادر سقما. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. الله أكبر الله أكبر الله أكبر لا إله إلا الله. الله أكبر الله أكبر ولله الحمد.